അവിടുന്ന് ഒരാള് വിളിക്കുകയാണ് കർണാടകയില് ഗുൽബർഗ എന്ന സ്ഥലത്ത്, ഒരുപാട് ദൂരാണ്. അവിടുന്ന് ഒരാൾ വിളിച്ചിരുന്നു, മനാഭായ് ഇങ്ങനെ ഒരു കുട്ടി ഡാമിൽ വീട് വയ്ക്കുന്നു, മറ്റെന്താ പറയാ എത്രയും പെട്ടെന്ന് ഒന്ന് വരാൻ പറ്റുമോ? അപ്പൊ ഞാൻ റെസ്ക്യൂ പ്രവർത്തകരെ മൊത്തം അറിയും, എല്ലാം ചെയ്യും ഒക്കെ ആണ്. ഞാനിത് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടി ഒഴുകി പോയിണ്ടാവില്ല, ഇനിയിപ്പോ വന്നിട്ട് കാര്യമുണ്ടോ ചോദിച്ചു. 2 ദിവസമായി ഈശ്വരമൽപ്പനെ വിളിച്ചിട്ട്, ഈശ്വരമൽപ്പൻ മക്കളെ ചികിത്സയിലാണ്, മനാഫ്ക നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ലെവലിൽ ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഒഴുകി പോയിണ്ടാവില്ല കുട്ടിയാണ്. അപ്പൊ അവന് ഡാമാണ്, ഒഴുകി പോകാൻ ചാൻസ് ഇല്ല, കുട്ടി അവിടെ ഉണ്ടാവും. ഞാനപ്പം തന്നെ ബാക്കിയുള്ള നമ്മളെ പ്രവർത്തകരോടൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പുറപ്പെടണം. ഗുൽബർഗയിൽ എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോ സത്യാവസ്ഥ എന്താന്ന് കഴിഞ്ഞാല് ആ ഡാം നിറച്ചു മുതലുകളാണ്. അപ്പോ അടുത്തുണ്ടായ ഒരു അനുഭവം, ഒരു മനുഷ്യന് സുഖമില്ലാതെ കിടന്നിട്ട് ആരും അറിഞ്ഞില്ല, കിടപ്പിലായിപ്പോയി. കിടന്ന് ഒരുപാട് ദിവസമായപ്പോഴേക്കും പുഴു അരിച്ചു പോയി. അങ്ങനെ ഒരു 2-3 ആൾക്കാർ കൂടിയിട്ട് പോയിട്ട് എന്താ ചെയ്യും. ഇതാണ് എന്റെ വീട്. ഇതാണ് നമ്മളെ മിറ്റത്ത്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ഇത് നിങ്ങൾ ചെയ്യുമ്പോ ഞാൻ നിങ്ങളെ എതിർക്കാഞ്ഞതിന്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളിപ്പോ ഒരു ചാറ്റ് പ്രവർത്തനം ചെയ്യണ്ടെങ്കിലേ അത് ആളുകളുണ്ട്, അവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ വരണം. ഈ ആ ചാരിറ്റി എന്നുള്ള വേർഡ് തന്നെ ഒഴിവാക്കണം. ഒരു പരാതി പറയാനില്ലാത്ത രൂപത്തില് കുറ്റമറ്റ സംവിധാനം പാലിയേറ്റീവ് നടത്തിപ്പോരുന്നത് നമ്മുടെ നാട്ടില്. ചെറിയ കുട്ടികൾ വരെ ഉണ്ടല്ലോ, ചെറിയ കുട്ടികളുണ്ട്. പല ആളുകളെ വിഷമങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. ശരിക്ക് എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളെ ഉപ്പാന്റെ ഒരു ഇൻസ്പയർ തന്നെയാണ് നിങ്ങൾ ഇത് ഇങ്ങനത്തെ? ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ ഇതന്നെയാണ് വീട്ടിലെ ഫാദറിന്റെ സ്ഥിതിയും തന്നെയാണ്. ഇതിനോട് മാത്രല്ല, നമ്മളെന്താ പറഞ്ഞാല് നമ്മളെ സമൂഹത്തിൽ ജീവിക്കുമ്പോ ഇന്നിപ്പോ വലിയ ഒമ്പത്തര കളിക്കണ എല്ലാരും നാളെ അതേമാതിരി ഒരു അവസ്ഥയിലേക്കാ പോവുക. അപ്പൊ ആരും കൂടെ അവരെ നോക്കാനില്ലെങ്കിൽ എന്താവും പറഞ്ഞു കഴിഞ്ഞാല് ദയനീയ അവസ്ഥയിലേക്ക് അവരുണ്ടാവുക. അതാണ് എന്റെ വീട്. ഇതാണ് നമ്മളെ മിറ്റത്ത് തറവാട് ബെൻസ് ഓടി ചോട്ടാ മോട്ട. പിന്നെ അതേപോലെ നമ്മളിവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് എന്താ പറയാ, ഒരു സഹജീവികളോട് ഒരു കരുണയുള്ള മനുഷ്യന്മാരാണ്. മറ്റു സ്റ്റേറ്റിലൊക്കെ പറഞ്ഞാൽ അത് കുറവാ. എന്താണ്, അങ്ങനെയാണ് ഓരോരുത്തരുടെ സ്ഥിതി. ഞാൻ അടുത്തൊരു വിഷമമുണ്ടായ ഒരു സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളൊരു ബഷീർക്കാരനിട്ട് നമ്മളൊരു റെസ്ക്യൂ പ്രവർത്തകനുണ്ട്, ഭയങ്കര ശിരൂരൊക്കെ വന്നിട്ട് നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിച്ച മനുഷ്യനാണ്. ഈ ബഷീർക്ക് എന്നോട് മര്യാദ ഒരു കഥ പറഞ്ഞു. എന്ന് കഴിഞ്ഞാല് മൂപ്പര ഒരു അനുഭവം, അടുത്തുണ്ടായ ഒരു അനുഭവം. ഒരു മനുഷ്യന് സുഖമില്ലാതെ കിടന്നിട്ട് ആരും അറിഞ്ഞില്ല, കിടപ്പിലായിപ്പോയി. കിടന്ന് ഒരുപാട് ദിവസമായപ്പോഴേക്കും പുഴു അരിച്ചു പോയി. അങ്ങനെ ഒരു 2-3 ആൾക്കാർ കൂടിയിട്ട് പോയിട്ട് എന്താ ചെയ്യും, ആ മേത്ത് ഭയങ്കര സ്മെല്ലും പുഴു, അത് മുഴുവൻ എടുത്ത് ഇയാളെ മേത്തൊക്കെ ആ പുഴുണ്ട്. ആ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയാത്തതിനോണ്ട് ഇവര് തൊട്ടടുത്തുള്ളവര് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ മേത്തൊക്കെ പുഴുണ്ട്, സ്മെല്ലുണ്ട്. ആൾക്കാർ ഒക്കെ കണ്ടിട്ട് ഓടുക. അപ്പോ ചെയ്ത പ്രവൃത്തി ആയിരിക്കണം. ആരും ആ മേത്തുനിന്ന് ആ പുഴൊന്നും എടുത്ത് ഒഴിവാക്കാൻ കഴിയാത്ത സമയത്ത് അതൊക്കെ എടുത്ത് ഒഴിവാക്കിയ ആളോട് മറ്റുള്ളവര് പറയാണ്, വേറെ ആളോട് പറയാണ്, 10,000 രൂപ കരാറിനാണ് ഇതൊക്കെ ചെയ്യണത്. ഇതാണ് നമ്മളെ നാട്ടിലെ സ്ഥിതി. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോത്തിന് ഒന്നും ചെയ്യാത്ത ആളുകള് പറയാ, ആ പാവത്തിനെ നോക്കിട്ട് പറയാണ്, 10,000 രൂപ കരാറിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? അതായത് പൊതുവെ സമൂഹത്തിൽ എന്താന്ന് വെച്ചാല് ഒരാള് മൂപ്പരെ വിഷമിച്ചിട്ട് മൂപ്പര പറയുമ്പോ നമുക്ക് മനസ്സിലാവും, ഒരു ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഈ കേരളത്തിലെ മനുഷ്യന്മാരുടെ ഇടയിലുണ്ട്. അപ്പൊ ഈ എല്ലാരും ലാഭത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഇവിടെ ഉണ്ട്. 2 വിഭാഗവും ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലോ അതേ സമയം ഒരാളൊരു നല്ല ചെയ്യുകയാണെങ്കിൽ ഇതിനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവരും ഉണ്ട്. അതുണ്ട്. പിന്നെ ഈ സിനിമക്ക് എപ്പോഴും
നന്മനെക്കാട്ടും കൂടുതൽ സൗണ്ട് ഉണ്ടാവും. കിട്ടും. അതെ, സിനിമക്ക് സൗണ്ട് കൂടുതലായിരിക്കും, നന്മക്ക് എപ്പോഴും സൗണ്ട് കുറവായിരിക്കും. തോത് ചെറുതായിക്കാരം. അപ്പൊ ഇപ്പൊ ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ഇത് നിങ്ങൾ ചെയ്യുമ്പോ ഞാൻ നിങ്ങളെ എതിർക്കാഞ്ഞതിന്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്റെ എത്തിക്സ്. സിനിമക്ക് എപ്പോഴും സൗണ്ട് കൂടുതലായിരിക്കും, നന്മക്ക് സൗണ്ട് കുറവായിരിക്കും. കാരണം നന്മ ചെയ്യണവന് സൗണ്ട് ഉണ്ടാക്കില്ല. അതാണ് ഇപ്പത്തെ പോരായ്മ. അതായത് നന്മ ചെയ്യുകയാണെങ്കിൽ അത് സൗണ്ട് ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനെ അപ്പോഴേ എന്താവുള്ളൂ. അതായത് നമ്മള് പണ്ട് പറയാറുണ്ട്, നമ്മള് വലത് കൈ അറിയാതെ ഇടത് കൈക്ക് കൊടുക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ അത് അറിയുമ്പോഴേ ആളുകളിലേക്ക് അത് ഇൻസ്പയർ ആവുള്ളൂ. ഞാൻ അതിന് പിന്നെ ചിലര് പറഞ്ഞേക്കാ ഈ സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം. ഞാൻ അതിനും എതിരാ. സ്വരം നന്നാവുമ്പോ നല്ല പാടണം. അതായത് ആലോചിക്ക്, നല്ല സ്വരത്തിൽ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് പാടിക്കൂടാ? സ്വരം മോശമാകുമ്പോഴല്ലേ നിർത്തല്. അതായത് നിങ്ങളിപ്പോ ഒരു ചാറ്റ് പ്രവർത്തനം ചെയ്യണ്ടെങ്കിലേ അത് ആളുകളുണ്ട്, അവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ വരണം. ഈ ആ ചാരിറ്റി എന്നുള്ള വേർഡ് തന്നെ ഒഴിവാക്കണം. എനിക്കിപ്പം മനസ്സിലായത് അതാണ്. സഹജീവികളോടുള്ള ഒരു കരുണ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോളി. പക്ഷെ ഈ വേർഡാണ് ഇവിടെ ഉണ്ടായത്. ആ വേർഡ് മുന്നേ ഉള്ള ആരൊക്കെ അതെന്താക്കി മാറ്റി. നന്മമരം അത്തരത്തിലൊക്കെ വേർഡുകളൊന്നും എന്താ പറയുക, ആ വേർഡുകൾ പറയുന്ന നന്മമരൊന്നും ചാരിറ്റി എന്ന് പറയുന്നത് അതായത് ദൈവം നമ്മളൊക്കെ നിയോഗിച്ചതാണ് അല്ലെ. നമുക്കൊക്കെ ഓരോ കടമ, എല്ലാവർക്കും ഈ സമൂഹത്തിൽ ഈ കടമ ചെയ്യാൻ ബാധ്യസ്ഥരാ. അതെ, കമ്പൽസറിയാ. അതെ. പക്ഷെ അത് ചെയ്യുന്നില്ല. ചെയ്യുന്ന ആളുകള് ആരും അറിയണമില്ല. അതെ. ഇപ്പം തന്നെ ആളുകൾ കണ്ടില്ലേ, ഈ അവിടെ ചെയ്തുകൊണ്ടിരിക്കണ നിങ്ങൾ പ്രവർത്തികൾ കണ്ടില്ലേ, ഓരെന്താ പറയാ സമൂഹത്തിൽ ആരോടും ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങനെ ചെയ്തു പോവാ. ഈ ആളുകള് പുറം ലോകത്തേക്ക് എത്തണം, അറിയപ്പെടണം, കാണണം. പോരെ ഇപ്പൊ നമ്മളിപ്പോ ഈ എന്താ പറയാ റെസ്ക്യൂവിന്റെ കാര്യത്തിലേക്ക് ഇറങ്ങണത് എന്തുകൊണ്ടാണ്? റെസ്ക്യൂ എന്ന് പറയുന്നത് ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ഇത് എത്ര കൊല്ലങ്ങളായിട്ട് ചെയ്തും കൊണ്ടിരിക്കണവൻ ജീവിതകാലം മുഴുവൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലത്തെ ഒരുപാട് ആളുകള്, അങ്ങനെയുള്ള കുറെ ആൾക്കാര്, അതുപോലെ ഒരുപാട് ആൾക്കാര്, ഇവരൊന്നും ലൈഫിൽ എന്താണില്ല, ഒന്നും നേടണമൊന്നുമില്ല. ഒന്നുകൂടി ആത്മാർത്ഥത വന്നിട്ടുണ്ടല്ലേ. വലിയ വലിയ നേതാക്കന്മാരാരെങ്കിലും നിങ്ങൾ കണ്ടിക്കണോ ഓരോരുത്തർ വെള്ളത്തിൽ പോയി എടുത്ത് ചാടി? അത് ഇങ്ങനത്തെ ആൾക്കാരെ എടുത്ത് ചാട്ടെങ്കിൽ ഇവർക്ക് സത്യത്തിൽ നിങ്ങൾ ശരിക്കും ഈ സ്റ്റാർ വാല്യൂ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആൾക്കാർ ഇവരാ. അങ്ങനെ അതായത് സ്വന്തം ജീവന് നോക്കാതെ മറ്റുള്ളവന്റെ ജീവനും വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയാൻ വരെ തയ്യാറാവുന്ന ആളുകളെ നമ്മൾ എന്താക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. സത്യമാണ്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെന്താവുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് എന്താണ് റിയൽ ഹീറോസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ആളുകൾക്ക് ഇനിയും അങ്ങനത്തെ ഒരുപാട് ഹീറോസ് ഉയർന്നു വരണം. പക്ഷെ ഈ സ്റ്റേറ്റിലേ ഉള്ളൂ അങ്ങനത്തെ ഹീറോസ് ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം വേറെ ഒന്നുണ്ട്. ഇവിടെ കോഴിക്കോട് ഒരുപാട് റെസ്ക്യൂ പ്രവർത്തകരുണ്ടല്ലോ. ഇപ്പൊ എറണാകുളം ഭാഗത്ത് ഒരു അപകടം നടന്ന അവിടെ റെസ്ക്യൂ പ്രവർത്തകരുണ്ട്, അവര് ചെയ്തോളൂ. ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ഒരാൾ പോണ്ട. നേരെ മറിച്ച് കർണാടകയിൽ അങ്ങനല്ല. ഒരു ഈശ്വർ മൽപ്പ വേണോ 450-500 കിലോമീറ്റർ എത്തിപ്പെടാന്. ഒരു സത്യം പറഞ്ഞാൽ ഒരുപാട് മാൽപ്പകളും ഒരുപാട് രഞ്ജിത്ത് ഇസ്രായേലുകളും രൂപീകരിക്കണം. അതിൽ വലിയ അപകടമുള്ള സംഭവങ്ങളാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഈശ്വർ മൽപ്പന്റെ മക്കളെ ചികിത്സ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശ്വർ മൽപ്പ ഇവിടെ. അപ്പൊ കർണാടകയില് നമ്മൾ അത്യാവശ്യം ഇപ്പൊ കർണാടകയിലും ഫേമസ് ആണല്ലോ. ഇന്നൊരാള് വിളിക്കുകയാണ് കർണാടകയില് ഗുൽബർഗ എന്ന സ്ഥലത്ത്, ഒരുപാട് ദൂരാണ് ഇവിടെ. അവിടുന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ട്, മണാബായ് ഇങ്ങനെ ഒരു കുട്ടി ഡാമിൽ വീട് വയ്ക്കുന്നത്, മറ്റെന്താ പറയാ എത്രയും പെട്ടെന്ന് ഒന്ന് വരാൻ പറ്റുമോ? ഞാൻ സത്യത്തിൽ റെസ്ക്യൂ പ്രവർത്തകനല്ല. അപ്പോ പക്ഷെ ആള് എന്നെ തെറ്റിദ്ധരിച്ചായിരിക്കും. അപ്പൊ ഞാൻ റെസ്ക്യൂ പ്രവർത്തകരെ മൊത്തം അറിയും, എല്ലാം ചെയ്യും ഒക്കെ ആണ്. ഞാനിത് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടി ഒഴുകി പോയിണ്ടാവില്ല, ഇനിയിപ്പോ വന്നിട്ട് കാര്യമുണ്ടോ ചോദിച്ചു. 2 ദിവസമായി ഈശ്വർ മൽപ്പനെ വിളിച്ചിട്ട് ഈശ്വർ മൽപ്പ മക്കളെ ചികിത്സയിലാണ്, അങ്ങക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ലെവലിൽ ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഒഴുകി പോയിണ്ടാവില്ല കുട്ടിയാണ്. അപ്പൊ അവന് ഡാമാണ്, ഒഴുകി പോകാൻ ചാൻസ് ഇല്ല,
കുട്ടി അവിടെ ഉണ്ടാവും. ഞാനപ്പം തന്നെ ബാക്കിയുള്ള നമ്മളെ പ്രവർത്തകരോടൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പുറപ്പെടണം. ഗുൽബർഗയിൽ എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോ സത്യാവസ്ഥ എന്താന്ന് കഴിഞ്ഞാല് ആ ഡാം നിറച്ചു മുതലുകളാ. അയ്യോ, നമ്മൾ അവിടേക്ക് ആളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോണവർക്ക് അറിയില്ലാലോ, പരിചയമില്ലാത്തൊരു വെള്ളത്തിലാണ് ഇറങ്ങാൻ പോണത്. മുതലുണ്ട് എന്ന് ഇയാള് പറയണ്ട എന്നോട്, നമ്മൾ പെട്ടുപോകൂലേ. അപ്പൊ അതാണ് പറയാൻ കാരണം. എന്തൊക്കെയാ റെസ്ക്യൂ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറെ അതിനൊരു ഇത് വേണം, ക്ലിയർ കട്ട് കാര്യങ്ങൾ, ഭൂമിശാസ്ത്ര പഠനം ഒക്കെ വേണം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അതായത് എനിക്ക് തോന്നുന്നു ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കിയതാണ് ഗുൽബർഗയിലെ എന്താണ് അവിടുത്തെ ആ ഡാമിലെ ഇത് എന്താണ് സ്ഥിതി എന്നുള്ളത്. ഇങ്ങനെ ഇവിടുന്ന് വരികയല്ലേ, എത്രയും ദൂരം 1000 കിലോമീറ്റർ വരണോ ഏകദേശം ഗുൽബർഗ എത്തണമെങ്കിൽ. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോ അവിടുത്തെ ആള് പറയാണ് ആ ഡാമില് കുട്ടി പോയിക്കിന് 2-3 ദിവസമായി, കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കാരണം അതിന്റെ ഉള്ളിൽ ഫുള്ള് മുതലകൾ. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ എന്താണ് ആ മുതലകളൊക്കെ വക വെക്കാതെയാണ് ഈ ഈശ്വർ മൽപ്പൊക്കെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ ഈ ഒരു മിഷനിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയൊരു പാടെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെന്താന്ന് കഴിഞ്ഞാല് ഈ ആളുകള് മൊത്തം ഒരു മനുഷ്യസ്നേഹികളാണ്. രക്ഷാപ്രവർത്തകരെന്ന് പറയുന്ന ആളുകൾ ഭയങ്കര വാല്യൂ ഉള്ള ഒരു ജോബാണത് ചെയ്യുന്നത്. പക്ഷെ ഒരാരും ഉണ്ടാക്കുന്നില്ല, ഒരു ഒരു സപ്പോർട്ടിങ്ങും ഇല്ല. അവര് എന്താന്ന് കഴിഞ്ഞാൽ അവരുടെ ജോലിയില് പലപ്പോഴും പണ്ട് നിങ്ങൾ കുറച്ചു മുന്നേ കേട്ടിന് ഒരു തായ്ലാന്റിലെ ഒരു ഗുഹയില് കുട്ടികളെ കുടുങ്ങിയത്. അതിന് ഇവിടുന്ന് നമ്മളെ കോഴിക്കോട് നിന്ന് ആൾക്കാർ പോവാൻ വേണ്ടി നിന്ന സ്ഥലമാണ്, നാടാണ് കേരളം. ഇവിടുന്ന് ടീം എംബസിയിൽ പോയിട്ട് അതിനുള്ള പെർമിഷനും വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്ത കൂട്ടറ. അതില് രക്ഷാപ്രവർത്തനത്തിന് അവിടെ ഉള്ള ഒരാള് ഏർപ്പെട്ടിട്ട് അയാൾ മരണപ്പെട്ടും ചെയ്തു. ലോകം മൊത്തം അയാളെ അറിയപ്പെട്ടു ആ മനുഷ്യൻ. അപ്പൊ അങ്ങനെയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടേക്കാ പോണെന്ന് നോക്കി. അതായത് നമ്മള് പല സാധനം കയറ്റി അയക്കൂലേ, നമ്മൾ നന്മ കയറ്റി അയക്കാൻ പറ്റിയൊരു ഒരു പ്ലാറ്റ്ഫോമാണ് റെസ്ക്യൂ. നമ്മളെ കേരളത്തിന് മറ്റുള്ള ലോകത്തുള്ള പല ആളുകൾക്കും കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മളെ ഇവിടെ കേരളത്തിൽ ഒരുപാട് സ്കില്ലുള്ള സ്നേഹം അത് നിർബന്ധം. അത് സ്കില്ലും വേണം അതിന്റെ കൂടെ. ആ സ്കില്ലുള്ള രക്ഷാപ്രവർത്തകരുണ്ട് നമ്മളെ നാട്ടില്. ഈ ആളുകളെ നമ്മളെന്താക്കണം വെച്ചിട്ട് മറ്റു നാടുകളിൽ ഇപ്പൊ ഗുൽബർഗന്ന് ആ മനുഷ്യൻ ഇന്നെ ഫോൺ ചെയ്തിട്ട് നിങ്ങൾ വരുമോ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ തന്നെ നമുക്ക് ആ ആളുകളെ നമുക്ക് എന്താക്കാൻ പറ്റും, അടുത്ത കൊല്ലത്തിന്റെ ഉള്ളിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വേണ്ടി ഞാൻ അതേ ഉദ്ദേശിച്ചിട്ടുള്ളതിന്. തൽക്കാലം ഇപ്പൊ എന്താണ് ഈ ചാരിറ്റി ഗീരിറ്റി എന്നുള്ള എല്ലാ പരിപാടിയും നിർത്തി. ആരെ മുന്നിലും ഒരു 5 പൈസ ചോദിച്ചു വാങ്ങൂല. ഒരാളെ പൈസ നമ്മളെ കൊണ്ട് കഴിയുന്നത് അല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ചെലവും കാര്യങ്ങളൊക്കെ ചുരുക്കി ഞാൻ പറഞ്ഞത് ഞാനൊരു കാര്യത്തിന് ഇറങ്ങിയാല് ഭയങ്കര വാശിക്കാരനാണ്. ഞാൻ ആ വാക്കിനും വേണ്ടിയിട്ട് ആ ഒരു പ്രവൃത്തിക്കും വേണ്ടിയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മെനക്കെടും. ചിലപ്പോ 1 കൊല്ലം കൊണ്ട് കഴിയുന്നത് ചിലപ്പോ എനിക്ക് ഒരു 5 കൊല്ലം എടുക്കും. പക്ഷെ ഞാൻ ലക്ഷ്യത്തിലെത്തും. സമയം എടുത്താലും ഞാൻ ഒരാളെടുത്ത് നമ്മൾ ഒറ്റക്ക് ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരാളോട് പറയണ്ട. അതെ, ഇനി ആരോടും ചെയ്യേണ്ട ആവശ്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യും. അത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സമയമെടുത്ത് സ്വന്തം അധ്വാനം കൂട്ടും, ചെലവ് കുറയ്ക്കും. എന്നിട്ട് അണാബൈ പൈസ എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ ലക്ഷ്യത്തിലെത്തും. അതിലൊരു മാറ്റമില്ല. അപ്പൊ ഏതായാലും മനാഫ്ഖന്റെ കൂടെ ഇന്ന് കുറച്ചു നേരം നമുക്ക് കിട്ടിയത് വലിയ സന്തോഷമായി. ഏതായാലും മനാഫ്ഖ എന്താണെന്ന് നമ്മൾ ഇങ്ങനെ പല വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും യഥാർത്ഥത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് കാണുന്നത് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരുന്നു മനാഫ്ഖൻ്റെ കൂടെ കുറച്ച് നേരം യാത്ര ചെയ്ത്. നമ്മളെപ്പോഴും ഒരു മനുഷ്യൻ്റെ കൂടെ യാത്ര ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ജീവിതം എന്താണെന്ന് അറിയാനും മറ്റുള്ളവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ അറിയാൻ കഴിയുക. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് മറ്റൊരു വീഡിയോസ് എടുക്കണം.